ഇറാൻ വിദേശകാര്യമന്ത്രിയുമായി ടെഹ്റാനിൽ കൂടിക്കാഴ്ച നടത്തി ഖത്തർ പ്രധാനമന്ത്രി. മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് നടപടി. ഇന്ന് രാവിലെയാണ് ഇരു നേതാക്കളും നിർണായക കൂടിക്കാഴ്ച നടത്തിയത്. അതിനിടെ ഇറാൻ ആക്രമണങ്ങൾ അവസാനിപ്പിച്ച് കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിച്ചാൽ ഇറാൻ വ്യാപാരം പുനരാരംഭിക്കാമെന്ന് മുതിർന്ന നയതന്ത്രജ്ഞൻ ഡോക്ടർ മുഹമ്മദ് ഇബ്രാഹിം അൽ ദഹേരി വ്യക്തമാക്കി. മേഖലയിലെ സംഘർഷങ്ങളും പുതിയ സംഭവവികാസങ്ങളും ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ജാസിം അൽ താനിയും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചിയും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. മേഖലയിലെ സംഘർഷം കുറയ്ക്കാനും സമാധാനപരമായ ചർച്ചകൾക്ക് അനുയോജ്യമായ അന്തരീക്ഷം സൃഷ്ടിക്കാനും ലക്ഷ്യമിട്ടുള്ള നയതന്ത്ര ശ്രമങ്ങളുടെ പുരോഗതി നേതാക്കൾ വിലയിരുത്തി. ഹോർമുസ് കടലിടുക്കിലൂടെ താൽക്കാലിക സംയുക്ത നാവികപാത സ്ഥാപിക്കുന്നതിനുള്ള നിർദ്ദിഷ്ട ചട്ടക്കൂടിനെക്കുറിച്ചും കടലിടുക്കിൽ സ്ഥാപിച്ചിട്ടുള്ള മൈനുകൾ നീക്കം ചെയ്യുന്നതിനുള്ള സംയുക്ത പദ്ധതി നടപ്പാക്കുന്നതിനെക്കുറിച്ചും നേതാക്കൾ സംസാരിച്ചു. അയൽ രാജ്യങ്ങളുടെ പരമാധികാരത്തെ മാനിക്കണമെന്നും സ്വതന്ത്ര കപ്പൽ ഗതാഗതം ഉറപ്പാക്കണമെന്നും ഖത്തർ പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. നയതന്ത്ര തലത്തിലുള്ള ചർച്ചകളിലൂടെ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കാനും സംഘർഷങ്ങൾ ലഘൂകരിക്കാനുമുള്ള ശ്രമങ്ങൾ തുടരണമെന്നും അദ്ദേഹം പറഞ്ഞു. മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനായി ഖത്തറിന്റെ മധ്യസ്ഥതയിൽ നടത്തുന്ന നയതന്ത്ര ശ്രമങ്ങൾക്ക് ഇറാൻ വിദേശകാര്യമന്ത്രി നന്ദി അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷം ആരംഭിച്ചതിനു ശേഷം ആദ്യമായിട്ടാണ് ഖത്തർ പ്രധാനമന്ത്രി ടെഹ്റാൻ സന്ദർശിക്കുന്നത്. അതിനിടെ ഇറാൻ വ്യാപാരം പുനരാരംഭിക്കാം എന്ന് മുതിർന്ന നയതന്ത്രജ്ഞൻ ഡോക്ടർ മുഹമ്മദ് ഇബ്രാഹിം അൽ ദഹേരി വ്യക്തമാക്കി. എന്നാൽ അതിനു മുമ്പ് ഇറാൻ സൈനിക ആക്രമണങ്ങൾ അവസാനിപ്പിക്കുകയും കപ്പൽ ഗതാഗത സ്വാതന്ത്ര്യം പുനഃസ്ഥാപിക്കുകയും ഇരു രാജ്യങ്ങളുടെയും സമുദ്രപരിധിയിൽ സമാധാനവും ശാന്തതയും തിരിച്ചു കൊണ്ടുവരികയും വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഖലീജ് ടൈംസിന് നൽകിയ അഭിമുഖത്തിലാണ് അൽ ദഹേരി ഇക്കാര്യം പറഞ്ഞത്. നിലവിൽ ഇറാനും തമ്മിലുള്ള വ്യാപാര വാണിജ്യ ഇടപാടുകൾ പൂർണ്ണമായി നിർത്തിവച്ചിരിക്കുകയാണ്. അമൃത ന്യൂസ്, ദുബായ്.